നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്ലൈറ്റ് കാണാനാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി കാണും. അതെ, നമ്മൾ പറഞ്ഞു വന്നത് തക്കാരത്തെ പറ്റിയാണ്. ഏകദേശം 70 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ കഴക്കൂട്ടത്താണ് വരുന്നത് തക്കാരം. ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ കാണാൻ ഭയങ്കര റിച്ച് ആയിരുന്നു. അതുപോലെ തന്നെ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഫുള്ള് ഫ്ലൈറ്റ് കാണാൻ പറ്റും. ഓൺ ബോർഡ് ചെയ്യാനായിട്ട് ഒരു സ്റ്റെയറും, അതിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫുൾ ഒരു ഫ്ലൈറ്റിനകം എങ്ങനെയാണോ അങ്ങനെ തന്നെ. അവരുടെ മെനുവിനെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര ഒരു വെറൈറ്റി മെനു ആണ്. അതുപോലെ തന്നെ ഡിഷുകളുടെ പേരുകളും ഒരുപാട് വെറൈറ്റിയാണ്. നമ്മൾ ആദ്യം തന്നെ 2 സൂപ്പ് അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പും അതുപോലെ തന്നെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പും. ഇതിൽ സൂപ്പിനെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര കൺസിസ്റ്റൻസി കൂടുതലാന്ന് തോന്നി. പക്ഷെ ക്വാളിറ്റി വൈസും ടേസ്റ്റ് വൈസും നല്ലതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മളങ്ങോട്ട് നമ്മുടെ മെയിൻ കോഴ്സിലോട്ട് പോയി. നമ്മൾ മീൽസ് നോക്കിയാണ് അവിടെ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേനും അത് കഴിഞ്ഞു പോയിരുന്നു. പിന്നെ നമ്മളൊരു സീ ഫുഡ് പ്ലാറ്ററും ജെല്ലിക്കെട്ട് ബിരിയാണി, അപ്പവും ചീസ് പൊറോട്ടയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ അവരുടെ പ്ലാറ്ററിൽ നിന്ന് തന്നെ തുടങ്ങി. അതിനകത്ത് ഞൺറോസ്റ്റ് ഉണ്ട്, കൂന്തളുണ്ട്, കരിമീനുണ്ട്, നെയ്മീനുണ്ട്, പ്രോൺസ് ഉണ്ട്, കിങ് പ്രോൺസ് ഉണ്ട്, പിന്നെ കുറച്ചധികം സാലഡ്സും. നമ്മളതെല്ലാം ടേസ്റ്റ് വെച്ച് നോക്കിയപ്പം അതിനകത്ത് കരിമീൻ കൊള്ളായിരുന്നു, ഞൺറോസും കിടിലമായിരുന്നു. ബാക്കിയെല്ലാം നമുക്കൊരു ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അപ്പോഴത്തേനും നമ്മൾ വിചാരിച്ചെങ്കിൽ പിന്നെ ബിരിയാണിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന്. അവരുടെ ജെല്ലിക്കെട്ട് ബിരിയാണി ഒരു രക്ഷയില്ലായിരുന്നു. അത് തുറന്നപ്പോൾ തന്നെ നമുക്കൊരു ചിക്കനും ബീഫും ഉള്ളൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ബിരിയാണിയായിരുന്നു അത് ഉണ്ടായിരുന്നത്. അതിനകത്ത് തന്നെ ചിക്കൻ ഫ്രൈ ഒരു രക്ഷയില്ല. ബീഫ് ഫ്രൈ ആണെങ്കിൽ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ എടുത്തത് ലിവറായിപ്പോയി. ബീഫിന്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിരുന്നു, ജ്യൂസി ആയിട്ടുള്ള ബീഫാണ് അതിനകത്ത് വരുന്നത്. ബിരിയാണി ഓക്കെ. അതെ, ഫുഡൊക്കെ കഴിഞ്ഞ് പാത്രം കാലിയാക്കി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും എല്ലാ ഹോട്ടലുകളിൽ നിന്നും ചോദിക്കാതെ വരുന്ന ഒരേ ഒരു ഐറ്റം. അതെ, പറഞ്ഞു വരുന്നത് ബില്ലാണ്. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഇതിന്റെ വിവരങ്ങളോട് പറയാതെ പോകുന്നത് മോശമല്ലേ. ഇതിനകത്ത് ബാക്കി എല്ലാ ഐറ്റവും നമുക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. എന്നാൽ 1799 രൂപയുടെ സീ ഫുഡ് പ്ലാറ്റർ മാത്രം അത്ര വെർത്തായിട്ട് തോന്നില്ല. ക്വാളിറ്റി വൈസ് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനലിനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും.